ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമാസാല ദാലിക്കൻ നൂറു. അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ തീനത്തിൽ സ്ഥാപിക്കപ്പെട്ട നൂറില്ലേ, ആ നൂറ് ആയിക്കൊണ്ടേയിരുന്നു. യതനക്കലു, ചില കോപ്പിയിൽ യന്തക്കിലു എന്നുണ്ട്, രണ്ട് അർത്ഥം ഒന്നാ. നീങ്ങിക്കൊണ്ടേയിരുന്നു മിൻ ലുഹൂരിൽ അഖിയാർ, നല്ല ശ്രേഷ്ഠവാന്മാരാതായിരിക്കുന്ന പുരുഷന്മാരുടെ മുതുകിൽ നിന്ന് ഇലാ ബുത്തൂനിൽ അഹ്റാർ, സംശുദ്ധങ്ങളാതായിരിക്കുന്ന വനിതകളുടെ ഗർഭാശയങ്ങളിലേക്ക്. ഹത്താ ഔസലത്തുഹു, അങ്ങനെ ആ നൂറിനെ ചേർത്തി യദു ഷറഫിയൽ മക്കാരിം, മഹത്വത്തിൻ്റെയും ആദരവുകളുടെയും കൈകൾ ഇല അബ്ദില്ലാഹിബിനി അബ്ദുൽ മുത്തലിബിൻ ഹാഷിം, ഹാഷിം എന്നവരുടെ മോനായ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മോനായ അബ്ദുള്ള എന്ന് പറയുന്ന മഹാനിലേക്ക് അങ്ങ് ചേർത്തി. ഫലമ്മാൻ വഫാഇ അഹദി, മുത്തനബിയാവുന്ന ആ കരാറിൻ്റെ വീട്ടാനുള്ള സമയം അങ്ങ് അടുത്തപ്പോൾ ത്വലാഫിൽ അക്വാൻ, പ്രപഞ്ചത്തിൽ ഉദിച്ചുയർന്നു. താലു സഅദി, തൻ്റെ വിജയമാകുന്ന ഉദിപ്പ് നക്ഷത്രം. മൂപ്പര നേരാണപ്പം എന്നർത്ഥം. അബ്ദുല്ലാന്നവരുടെ സൗഭാഗ്യമാണ് അങ്ങനത്തെ ഒരു കുട്ടി തൻ്റെ മുതുകിലെത്തുക എന്നുള്ളത്. ആ നൂറിൻ്റെ തൻ്റെ മുതുകിലെത്തുക സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യമാകുന്ന നക്ഷത്രം അങ്ങ് പ്രപഞ്ചത്തിൽ ഉദിച്ചു പൊങ്ങി. നുഷ്റ അലമുൽ ഫുതൂവ ലിളുഹൂരി ഖാതമിൻ നുബുവ. ഇവിടെ നുഷിറ അലമുൽ ഫുതൂവ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാഷീർ പറയണത് ഫുതൂവത്തിൻ്റെ അടയാളം വിതറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും, അല്ലെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവാവുന്ന അബ്ദുള്ള എന്നവരുടെ ആ മുതുകിലേക്ക് ഇന്നലെ വന്നില്ലേ, അതോടുകൂടി എല്ലായിടത്തും പച്ചപ്പുല്ല് മുളച്ചു, നല്ല ശാന്തിയും സമൃദ്ധിയും വന്നൂന്നാണ് അശീർ പറഞ്ഞത്. ഇങ്ങനെ തോന്നും നമുക്കിവിടെ. യുവത്വത്തിൻ്റെ അടയാളം അങ്ങ് പരത്തപ്പെട്ടു പറഞ്ഞാൽ മുത്തനബിൻ്റെ നൂറ് മുതുകിൽ വന്നതോടുകൂടി മൂപ്പരിൽ പ്രത്യേക ഒരു യുവത്വം ഇങ്ങോട്ട് ഉദിച്ചുയർന്നു. ആരിൽ? അബ്ദുള്ള എന്നവരിൽ. അങ്ങനെയാകാം. ലുഹൂർ ഹാത്തിമിന്നു പോവ, പ്രവാചകത്വത്തിൻ്റെ അവസാന കണ്ണിയാവുന്ന വ്യക്തിത്വത്തിൻ്റെ ലുഹൂറിന് വേണ്ടി. 1.25 ലക്ഷം വരുന്ന അമ്പിയാക്കളുടെ ആ ഹാത്തിമാണല്ലോ അതിൻ്റെ അവസാനത്തെ വ്യക്തിത്വം. ആ അവസാന വ്യക്തിത്വത്തിൻ്റെതായ ലുഹൂറിന് വേണ്ടി, അവിടുത്തെ വെളിവാകലിന് വേണ്ടി എന്ത് ചെയ്തു? മഹാനരിൽ ഒരു ഫുതൂവത്തിൻ്റെ, യുവത്വത്തിൻ്റെ അടയാളം അങ്ങ് വിതറപ്പെട്ടു. ഷഹസത്തിലി അബ്ദുല്ലാഹിൽ അബ്സാർ, അബ്ദുള്ള എന്നവരൊക്കെയുള്ള കണ്ണുകളൊക്കെ ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങി. വൈക്കൂടെ പോണ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അച്ഛൻ ചുറുക്ക് കണ്ടിട്ടേ. പണ്ട് യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് പെണ്ണുങ്ങളൊക്കെ പാടെ കണ്ട് പെട്ട മാതിരിയേ അബ്ദുള്ള എന്നവരെ ഇതായി കിട്ടാൻ, എന്തായി, തൻ്റെ ഒരു ഭർത്താവായി കിട്ടാൻ പല പെണ്ണുങ്ങൾ കുതന്ത്രങ്ങൾ പറഞ്ഞു പോകുന്ന പൈക്കളൊക്കെ പെണ്ണുങ്ങൾ ആ മുഞ്ചിലേക്ക് ഇങ്ങനെ നോക്കി ഒളിഞ്ഞു തെളിഞ്ഞു നോക്കി. ഇനി അങ്ങനെ വഅശറഖത്ത് അലൈഹിൽ അൻവാർ, മഹാനരുടെ മേലിൽ ഇപ്പോൾ പ്രകാശിച്ചു പലവിധ നൂറുകൾ. വൗൽബിസ സൗബൽ മലാഹ, മഹാനർക്ക് മൊഞ്ചിൻ്റെ വസ്ത്രം ധരിപ്പിക്കപ്പെട്ടു. ആലങ്കാരിക പ്രയോഗങ്ങളൊക്കെ ചുരുക്കുണ്ടായി എന്നർത്ഥം. നതഖബിൽ ബയാനിൽ ഫസാഹ, നല്ല സ്ഫുടമാതായിരിക്കുന്ന നല്ല വിവരണമുള്ള സംസാരം നാവിൽ നിന്നിങ്ങനെ വരാൻ തുടങ്ങി. പയ്യ അബ്ദുള്ള എന്നവരല്ല ഇപ്പോൾ നോക്കുമ്പോൾ. മൂപ്പരിലേക്ക് ഈ ഒരു നൂറ് വന്നോടുകൂടി മൂപ്പരെ സംസാരമൊക്കെ നല്ല സ്ഫുടമായ സംസാരം. നാദാഹു ലിസാനുൽ മഷിയ, അള്ളാഹുവിൻ്റെ മഷീഅത്താകുന്ന ലിസാൻ മഹാനരെ വിളിച്ചു. യാ അബ്ദുള്ള എന്ന് വെച്ചാൽ അള്ളാഹു തീരുമാനം ഉണ്ടായിരുന്നു, അല്ലാതെ ഇവിടെ ഒരു വിളിയാളുണ്ടായി എന്നല്ല. എന്ന ചില അഭിപ്രായപ്പെട്ടവരുണ്ട്. അന്നോ അങ്ങനെയൊന്നും അല്ല, ഇത് ആലങ്കാരിക പ്രയോഗമാണ്. ഏതോ ഒരു മലക്കോ അതല്ലെങ്കിൽ അള്ളാഹുവിനകത്തിൽ നിന്നൊരു ഹാത്തിഫോ വിളിച്ചിരിക്കുകയാണ്. എന്താ വിളിച്ചു പറഞ്ഞത്? അബ്ദുള്ള എന്നവരെ എന്താ വിളിച്ചത്? മാ യസുലുഹു സലഹ യസുലുഹു, നസറൻസ്രൂൻ്റെ മാതിരി. മാ യസുലുഹു, ചില കോപ്പിയിലൊക്കെ എസ് ലഹു നാട്ടെ ചെയ്തെന്താ ഇത് ഫതഹ. മാ യസുലുഹു കൻസൻ ലിമാ ഹമൽത മിനൽ വദിയ, നിങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്നതായ ആ സൂക്ഷിപ്പ് സ്വത്തില്ലേ, ആ കൻസാ നിലയിലുള്ള ആ സൂക്ഷിപ്പ് സ്വത്താകുന്ന നിങ്ങൾ ചുമന്നതെനിക്ക് നന്നാവൂല, എന്തല്ലാതെ ഇല്ല അഹ്ഷാവു ആമിന, ആമിന ബീവിൻ്റെ ഗർഭാശയമല്ലാതെ.
അൽ മനിയത്തി, അങ്ങനത്തെ ആമിന ബീവിയാണ് അൽ മനിയത്തി, വിലങ്ങപ്പെട്ട തെറ്റുകളെ തൊട്ടൊക്കെ. അൽ മുതഹറത്തി മിന ധനസി വല്ലക്കതാർ, അഴുക്കിനെ തൊട്ടും മ്ലേച്ഛമായ എല്ലാ സംഗതിയെ തൊട്ടും പരിശുദ്ധമാക്കപ്പെട്ട, പ്രത്യക്ഷവും അപ്രത്യക്ഷവുമാതായിരിക്കുന്ന എല്ലാവിധ വേണ്ടാവൃത്തികളെ തൊട്ടും പരിശുദ്ധമാക്കപ്പെട്ട ആമിന ബീവിൻ്റെ ഗർഭാശയമല്ലാതെ നിങ്ങളുടെ എന്തിന് നന്നാവൂല? നിങ്ങളുടെ ഈ കൻസ് സൂക്ഷിക്കാൻ നന്നാവൂല. എന്ന് നിങ്ങൾ ആരെ തന്നെ കെട്ടണം? ആമിന ബീവിനെ കെട്ടണം. വഹബിൻ്റെ മോളാവുന്ന ആമിന ബീവിനെ. സയ്യിദത്തി നിസായി ബനു നജ്ജാർ, ബനു നജ്ജാർ ഗോത്രത്തിലെ വനിതകളുടെ സയ്യിദത്താണ് മഹാദേവറുകൾ. ഇജ്തമാ ശംലുഹു ബിശംലിഹ ഇത്തസ്ലഹ ബിൽഹു ബിഹബിലിഹ.